ടവേര 2004 മോഡൽ വണ്ടിയാണ്. തൃശ്ശൂരിൽ നിന്ന് വന്നതാണ്. കംപ്ലൈൻറ്റ് പറഞ്ഞില്ല, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും റിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് കസ്റ്റമർ പോയത്. ഇന്നലെയാണ് വന്നത്. നമുക്ക് ഓടിച്ച് നോക്കിയില്ല, തിരക്കുണ്ടായതുകൊണ്ട് എനിക്ക് ഓടിച്ച് നോക്കാൻ പറ്റിയില്ല. എന്തായാലും നമുക്കൊന്ന് ഓടിച്ച് നോക്കാം, എന്നിട്ട് എന്തൊക്കെ കംപ്ലൈൻറ്റ് വരുന്നു നോക്കി നോക്കാം. നോക്കുമ്പോൾ തന്നെ ഗ്ലാസ് വൈൻഡർ കംപ്ലൈൻ്റ് ഉണ്ട്, സൗണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മോട്ടർ മില്ലിങ് പോയതാണ്, അതുകൊണ്ടാണ് ഇത്രയും സൗണ്ട് വരുന്നത്. എന്തായാലും നോക്കണം, വൈൻഡറും മാറ്റേണ്ടി വരും. വണ്ടി 2 ലക്ഷം 1,98,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഫുള്ള് ചെക്കപ്പ് ചെയ്യാം. നമ്മുടെ കോളിസില്ലേ അതേപോലെ വണ്ടിയാണ് ഇത്. ഷെവ്റോലെറ്റ് ടവേര എന്ന് പറയുന്നത് നമ്മുടെ കോളിസ് പോലെ 2004 മോഡൽ വണ്ടിയാണ്. ഓടിച്ച് നോക്കുന്നതിന് മുന്നേ ക്ലച്ച് ഒരുപാട് ടൈറ്റ് ഉണ്ട് ഇതിനകത്ത്. എന്തായാലും ഒന്ന് നോക്കാം. അത് എന്തൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞത്? മറ്റേ ഹീറ്റ് ചെക്ക് ചെയ്യണം പറഞ്ഞു. ഹീറ്റ് ഓവർ ഹീറ്റ് ചില സമയത്ത് വരുന്നുണ്ട്, ചില സമയത്താണ്. പിന്നെ ഫോട്ടോ വർക്ക് ആവുന്നില്ല മറ്റേ ഈ ഡീസലിന്റെ. പിന്നെ ഓയിലിന്റെ സ്മെല്ല് വന്നിട്ട് ഉള്ളിലേക്ക് ചില സമയങ്ങളിലേക്ക് ഉള്ളിലേക്ക് വരുന്നുണ്ട്, പുറത്തുള്ള ഓയിലിന്റെ സ്മെല്ല്, കരിഞ്ഞ സ്മെല്ല് നമുക്ക് ഉള്ളിലേക്ക് വരുന്നുണ്ട്. പിന്നെ ജനറൽ സർവീസ് ഫുൾ ചെക്കപ്പ്, മറ്റേ ബോഡിയിലെ കുറച്ച് 10K സർവീസും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല അത് പറഞ്ഞിട്ടില്ല. പൈപ്പ് ബ്ലേഡ് സൗണ്ട് നോയ്സ് വരുന്നുണ്ട്. അങ്ങനെ തന്നെ ക്ലച്ച് മാറ്റിയതാണ്, മറ്റേ ഹാർഡായിട്ട് നിൽക്കുകയാണ്. ക്ലച്ച് ഇപ്പോൾ മാറ്റിയതാണത്, അവർ അവിടെ നിന്ന് മാറ്റി തരികയാണ്. തൃശ്ശൂരിന്നല്ലേ വന്ന്? ശരി. വൈപ്പറിൻ്റെ ഈ സൗണ്ടാണ്, അത് ബ്ലേഡ് പോയിട്ടാണ് സൗണ്ട്, വേറെ ഒന്നുമല്ല. ബ്ലേഡ് പോയിട്ടാണ് ആ സൗണ്ട് വന്നത്. അത് ഏത് ബ്ലേഡാണ് വിട്ടതെന്നുള്ളത് നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ അല്ലേ? ശരി, നമുക്കൊന്ന് വണ്ടി ഓടിച്ച് നോക്കാം, എന്നിട്ട് വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാവും നോക്കണം. ഇന്നലെ വന്ന വണ്ടിയാണ്, ഓടിച്ചൊന്നും പറ്റിയില്ല എനിക്ക്. ഇന്നലെ ഞാനും ഉണ്ടായിരുന്നില്ല, ഇവിടെ വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്നില്ല, ലീവായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഓടിച്ച് നോക്കാനും പറ്റില്ല. ഇന്നെന്തായാലും നമുക്ക് ഓടിച്ച് നോക്കാം. ഇവരുമാണ് നോക്കിയത് വണ്ടി, എന്നിട്ട് നമുക്ക് ഓടിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ്, പ്രത്യേകിച്ച് വേറെ കംപ്ലൈൻറ്റ് ഉണ്ടാവുമെന്ന് നോക്കാം. അതിനകത്ത് ഉണ്ട്, അതുകൊണ്ട് വൈപ്പർ ബ്ലേഡ് ഒരുപാട് സൗണ്ട് വരുന്നുണ്ട്. അതാണ് കസ്റ്റമർ പറഞ്ഞിരിക്കും. ബ്ലേഡ് മാത്രം മാറ്റിയാൽ മതി, വേറെ ഒന്നുമില്ല. പിന്നെ ഓടിക്കുമ്പോൾ ചെറുതായിട്ടൊരു സൗണ്ട് വരുന്നുണ്ട്. ഈ വൈപ്പർ ബ്ലേഡിൻ്റെ സൗണ്ട് കൊണ്ട് നമുക്ക് അടിയിലുള്ള സൗണ്ടൊന്നും കേൾക്കുന്നില്ല. അത് ഗിറ് 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 എന്ന് സൗണ്ട് വരുന്നതാണ്. എന്നാലും ബുഷ്കിറ്റ് പോയ പോലെ ഒരു സൗണ്ട് വരുന്നുണ്ട് ഇതിനകത്ത്. അതേപോലെ ഷോക്കിൻ്റെ പ്രശ്നം കൊണ്ട് ഒരു അടി വരുമല്ലോ, അതുപോലെ ചെറിയ ചെറിയ സൗണ്ടുകളുണ്ട്. എന്തായാലും നമുക്ക് ലിഫ്റ്റിൽ കയറ്റിയിട്ട് ഫുള്ളായിട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് ആ സൗണ്ട് എങ്ങനെ വന്നു എന്നുള്ളത് കിട്ടുള്ളൂ. ഒന്നാമത്തേത്, ഇപ്പോൾ ഓഫ് റോഡിലാണ് പോകുന്നത്, അധികം അറിയുന്നില്ല എവിടെയാണ് വരുന്നത് എന്നുള്ളത് അറിയുന്നില്ല. നമുക്ക് ലിഫ്റ്റിൽ കയറ്റി ചെക്ക് ചെയ്താൽ തന്നെ അറിയുള്ളൂ. അതുപോലെയാണ് ഓടിക്കുമ്പോൾ സൗണ്ട് വരുന്നത്. വണ്ടി കയറ്റിയിട്ടുണ്ട്, നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് ചെക്ക് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ബോൾ ജോയിൻറ്റോ ഇനി അപ്പറാമോ ലോവറാമോ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് നോക്കണം. അതിനുശേഷം ബിൽ ബെയറിംഗ് നോക്കണം, എന്നിട്ട് ടോപ്പിൽ വെച്ചിട്ട് ബാക്കിയുള്ള ബുഷ്കിറ്റ് കംപ്ലീറ്റ് ആയിട്ട് നോക്കണം. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ബെയറിംഗ് ഒന്ന് ചെക്ക് ചെയ്യ്. കേൾക്കുന്നുണ്ടോ? അവിടെ കാണിക്കേ, ഒന്നുകൂടെ ആക്ക്. റോഡ് കംപ്ലൈൻ്റ് ഉണ്ട്, സ്റ്റിയറിങ്ങിൻ്റെ റോഡ് കംപ്ലൈൻ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ആ സൗണ്ട് വരുന്നത്. ഒന്ന് വീലൊന്ന് തിരിക്കി, വീല് ബാനിങ് കംപ്ലൈൻ്റ് ഇല്ല. അടിക്ക്. ഈ ലെഫ്റ്റ് സൈഡ് ബാരിങ് കംപ്ലീറ്റ് ആയിട്ട് ഡെഡ് ആയിട്ടുണ്ട്, ഒരുപാട് തരിപ്പ് വരുന്നുണ്ട്. ബാരിങ് പോയതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. എന്തായാലും നോക്കാം. പിന്നെ നമുക്ക് അപ്പറാമും ലോവറാമും ഒന്ന് നോക്കണം, അതും കൂടെ നോക്കിയിട്ട് കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞിട്ട് പണികൾ തുടങ്ങാം. കേട്ടുമാനെ റോഡിൻ്റെ കംപ്ലൈൻ്റ് അല്ല, ഇവിടെ കംപ്ലൈൻ്റ് ഉള്ളത് ടൈ റോഡ് എൻഡ് ഉണ്ടല്ലോ, 2 സൈഡും വരും, ഇപ്പുറത്തും വരും ഇവിടെയും വരും. അതിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് സൗണ്ട് വരുന്നത്. ഒന്നുകൂടെ ആക്കടാ. സൗണ്ട് കണ്ടില്ലേ, ഗിഡ് 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 സൗണ്ട് ഉണ്ട്.
അതിൻ്റെ സൗണ്ടാണ് വരുന്നത്. ഇപ്പുറത്ത് ഒന്നും ആക്കണം മനെ, ഇപ്പുറത്ത് അധികം കംപ്ലൈൻ്റ് ഇല്ല, എന്നാലും രണ്ടും കൂടെ മാറ്റുന്നതാണ് ബെസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബൂട്ടും കംപ്ലൈൻ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഓടിച്ച് കഴിഞ്ഞാൽ വെള്ളം കയറി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ തുരുമ്പ് വന്നാലും ആ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. വീൽ ബെയറിംഗ് പോയിട്ടുണ്ട്. അതൊന്ന് എഴുതടാ, ജോബ് കാർഡിൽ എഴുതി എല്ലാ കാര്യങ്ങളും. ബുഷ് കംപ്ലൈൻറ്റ് തോന്നുന്നില്ല, ചെറുതായിട്ട് പൊട്ടൽ മാത്രം ഉണ്ട്. എന്തായാലും നോക്കാം. ഷോക്കൊക്കെ മാറ്റിയതാണ്, നേരത്തെ മാറ്റിയിട്ടുണ്ട്, കസ്റ്റമറിൻ്റെ പറഞ്ഞതാണ്. അതും ഗർഭിണിൻ്റെയാണ് ഇട്ടിരിക്കുന്നത്, കുഴപ്പമില്ല. എന്നാൽ ഈ വീൽ ബെയറിങ് രണ്ട് സൈഡും മാറ്റുന്നതാണ് ഒന്നുകൂടെ ബെറ്റർ. രണ്ട് സൈഡും മാറ്റണം. അത് നമ്മുടെ കോളേജിനും പോലെ തന്നെ ഇതിലൊക്കെ വരുന്നത് കേട്ടോ. എല്ലാ കാര്യങ്ങളും കോളേജ് പോലെ തന്നെ, ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, എല്ലാം കോളേജ് പോലെ തന്നെ ഇതിലും വരുന്നത് എല്ലാ കാര്യങ്ങളും. ലോവർ ആം അപ്പർ ആം അതേപോലെ തന്നെ, ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷേ സൈസൊക്കെ അതേപോലെ തന്നെ. ബോൾ ജോയിൻറ്റ് 4 ബോൾട്ട് കൊണ്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ടവേറിലും വരുന്നത്. ലോവർ ആമോ അതേപോലെ തന്നെ 4 ബോൾട്ടുകൾ വരും, അതേപോലെ തന്നെ ഇതിലും വരുന്നത്. രണ്ടും ഏകദേശം സെയിമാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഓയിൽ ലീക്ക് അധികം ബുദ്ധിമുട്ടില്ല. എൻജിൻ മൗണ്ട് ഒന്ന് എഴുതടാ. എൻജിൻ മൗണ്ടും കംപ്ലൈൻ്റ് ഉണ്ട് ഇതിനകത്ത്. രണ്ടും ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത്. ഓടിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ സൗണ്ട് ഉണ്ട്. നേരത്തെ ക്ലച്ച് മാറ്റിയതാണ് വണ്ടിക്ക്, അതിൻ്റെ സിലിണ്ടറും മാറ്റിയിട്ടുണ്ട്, ക്ലച്ചും മാറ്റിയിട്ടുണ്ട്. പക്ഷേ എയർ കറക്റ്റ് ആകാതെയാണ് ഒരു ഹാർഡ്നെസ് വരുന്നത്. അത് ഒരു ടൈറ്റും ഉണ്ട്. അത് ക്ലച്ച് ഇനിയിപ്പോൾ മാറ്റേണ്ട ആവശ്യം കസ്റ്റമറൊന്നും ചോദിക്കട്ടെ. 3 മാസം മുന്നേ എല്ലാ കാര്യങ്ങളും ചെയ്തതാണ് വണ്ടിക്ക്. എന്നാലും ഒന്ന് ചോദിച്ച് നോക്കാം, എന്താ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് ചോദിച്ച് നോക്കാം. 3 മാസം മുന്നേ മാറ്റിയതാണ്. പിന്നെ ക്രാങ്കിൻ്റെ ഓയിൽ സീലും പോയിട്ടുണ്ട്. അധികം ഇല്ല, ചെറിയൊരു ഡ്രോപ്പേജ് വരുന്നുണ്ട്. അധികം ഇല്ല, മാറ്റേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു എനിക്ക്. എന്നാലും നോക്കി നോക്കാം. പിന്നെ വേറെ കംപ്ലൈൻറ്റ് അധികം ഇല്ല വണ്ടിക്ക്. അവർ നേരത്തെ ചെയ്തതാണ്, നമ്മുടെ അടുത്തല്ല, പുറത്ത് ചെയ്തതാണ്. അധികം കംപ്ലൈൻറ്റ് ഇല്ല, ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകളുണ്ട്. അതൊന്ന് മാറ്റി വിട്ടാൽ പിന്നെ പ്രശ്നമില്ല. പിന്നെ ഇതിൻ്റെ ഫ്ലോട്ട് ഒന്ന് നോക്കണം, ഡീസൽ ടാങ്കിൻ്റെ ഫ്ലോട്ട് ഒന്ന് നോക്കണം. അത് കറക്റ്റായിട്ട് കാണിക്കുന്നില്ല എന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അതൊന്ന് നോക്കണം, അത്ര തന്നെ. ഇനിയിപ്പോൾ ബുഷ് കിറ്റ്, ലീഫിൻ്റെ ബുഷ് കിറ്റും കംപ്ലൈൻ്റ് ഉണ്ട്. അത് പൊട്ടി നിൽക്കുകയാണ്, രണ്ട് സൈഡും അങ്ങോട്ട് പോയി നിൽക്കുകയാണ്. കണ്ടില്ലേ, ഈ സൈഡ് ഗ്യാപ്പ് ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ ബുഷ് കിറ്റും മാറ്റേണ്ടി വരും എന്തായാലും. ബാക്കിലെ ഷോക്കും അധികം പ്രശ്നമില്ല, അങ്ങനെ തന്നെ പോയാലും കുഴപ്പമില്ല. ബുഷ് കിറ്റ് മാത്രം, ലീഫിൻ്റെ ബുഷ് മാത്രം, പാഡ് ബുഷല്ല, ബുഷും മാറ്റണം, അതേപോലെ പാഡും മാറ്റേണ്ടി വരും. വേറെ അധികം കംപ്ലൈൻ്റ് ഇല്ല. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് വീൽ ബെയറിങ്, അതുവേണ്ട ടൈറോൾ എൻഡ്, അതുപോലെ തന്നെ ലീക്കിൻ്റെ കാര്യമൊന്ന് നോക്കണം, അതേപോലെ ക്ലച്ചിൻ്റെ കാര്യമൊന്ന് നോക്കണം. എന്തായാലും അപ്പോഴാകുമ്പോൾ ലോവറാകുമ്പോൾ അഴിക്കുമ്പോൾ എന്തായാലും നമ്മൾ ബെയറിങ് അഴിക്കുമ്പോൾ എന്തായാലും അഴിക്കുമല്ലോ. അപ്പോൾ പിന്നെ അഴിച്ചിട്ട് നോക്കാം എന്താ കംപ്ലൈൻ്റ് എന്നുള്ളത്. സിലിണ്ടറും ജാമായി നിൽക്കുന്നുണ്ട്. തിരിയുന്നില്ല അല്ലേ? ഹാൻഡ് ബ്രേക്ക് ഇല്ലല്ലോ, റിലീസ് ചെയ്തതല്ലേ? അതെ. അപ്പോൾ സിലിണ്ടർ കംപ്ലൈൻറ്റ് ഉണ്ടാവും, മാറ്റി ഇതുപോലെ കരുന്നുണ്ട്. ഈ സൈഡ് അതിന് ഈ സൈഡും ഡാമേജാണ്. അപ്പോൾ രണ്ടും കൂടെ മാറ്റിയാലേ ക്ലിയർ ആവുള്ളൂ. അത് നമുക്ക് കസ്റ്റമറുടെ അടുത്തൊന്ന് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് നമുക്ക് മാറ്റാൻ തോന്നുന്നുണ്ട്. അതല്ലേ, ഇത് പുതിയതുപോലെ ഫീൽ ആകുന്നുണ്ട്. എന്താണെന്ന് നോക്കട്ടെ. ഇനിയിപ്പോൾ ഹാൻഡ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തത് ക്ലിയർ ആണ്ടായിരിക്കും ഈ ജാമ് വരുന്നത്. ഇത് പിന്നെയുണ്ട് ക്ലൈൻറ്റ്, ഇത് ഹാർഡായി നിൽക്കുകയാണ്, ഇത് മുട്ടുന്നേയില്ല, വരുന്നേയില്ല. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണിത്. ഇത് മാറ്റിയിട്ടില്ല, ഈ സൈഡ് മാറ്റിയിട്ടുണ്ട്. എന്നാലും രണ്ടും കൂടെ നോക്കിയിട്ട് ഇത് ഹാൻഡ് ബ്രേക്ക് കുറച്ചുകൂടെ കൂട്ടി വെച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഈ ജാമ് വരുന്നത്. തിരിയുന്നുണ്ട്, അത് തിരിയുന്നേ ഇല്ല, ഈ സൈഡ് തിരിയുന്നേ ഇല്ല. അതെന്തായാലും നോക്കണം. അപ്പോൾ നമുക്ക് എല്ലാം എഴുതിയിട്ട് കസ്റ്റമറുടെ അടുത്തൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ തുടങ്ങാം, അതാണ് ബെറ്റർ. ടവേര ഇപ്പോൾ നമ്മൾ പോളിസി വരുന്നില്ല, അതേപോലെ തന്നെ 1, 2 അല്ല, ഒരുപാട് വണ്ടികൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ടവേര 1, 2 അത് ക്ലച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് ഫുൾ വർക്കിന് വേണ്ടി വന്നതാണ്, വേണ്ടല്ലോ. പിന്നെ ഒരു വണ്ടിയും കൂടെ വന്നിട്ടുണ്ട്, അത് ഫുൾ ആൻഡ് ലീക്കാണ്. ഹെഡ് ഗ്യാസ്കറ്റ് പോയതാണ് കംപ്ലൈൻറ്റ്, ഒരു കൊണ്ടുവന്നതാണ്, നോക്കണം.
ഇനിയും ബാക്കിലും 2 വണ്ടിയുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. പോളിസ് പോലെ തന്നെ പോളിസാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ടവേറയും കൂടെ വരുന്നുണ്ട്, പഴയ വണ്ടികൾ. ഓക്കെ, റാമും ലോ റാമും അഴിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അതിൻ്റെ ബുഷ് പൊട്ടി നിൽക്കുകയാണ്. വേണ്ടല്ലേ, കാണിച്ചു തരാം. പൊട്ടി നിൽക്കുകയാണ് ഇതിനകത്ത്. അത് മാറ്റി തന്നെ വേണം. അപ്പം ഇത് കോളിസിൻ്റെ സെയിമാണ്, അത്ര വ്യത്യാസമുണ്ട്. അതുപോലെ ഇരിക്കുന്നുണ്ട്. ഉണ്ടല്ലോ, ഇത് അപ്പറാമ്, ഇത് ലോവറാമ്. ഇതുപോലെ നിൽക്കുന്നത്, പൊട്ടി നിൽക്കുകയാണ്. പിന്നെ ബോൾ ജോയിൻറ്റ് അധികം കംപ്ലൈൻ്റ് ഇല്ല. അപ്പറാമ് ലോവറാമും കംപ്ലൈൻ്റ് ഇല്ല, അത് മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷേ ബുഷ് കിറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം. ഒരു മിനിറ്റ്, ഒക്കെ പൊട്ടി പൊട്ടി നിൽക്കുകയാണ്. ഫുള്ളായിട്ട് മാറ്റണം. ഇത് സെൻറ്ററിൽ വരേണ്ടതാണ്, ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത്. ലോവറാമും അപ്പറാമും ബുഷ് കിറ്റ് മാറാൻ പോയിട്ടുണ്ട്, ലേത്തിൽ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കുള്ളത് ലീഫ് ബുഷ് മാറ്റണം. അത് അഴിച്ചിട്ടുണ്ട്, അതൊക്കെ പൊട്ടി നിൽക്കുകയാണ്. ഇത് നൈസായി നിൽക്കുകയാണ്. അത് പുതിയത് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ പാഡും ഇടണം, അതും വന്നിട്ടുണ്ട്, ചെയ്യണം. അപ്പുറത്ത് ഷോക്കും. ശരി ശരി, ശരി. അതുപോലെ തന്നെ ഷോക്കും മാറ്റുന്നുണ്ട്, ബാക്കിലുള്ളത്. ഷൂ കുഴപ്പമില്ല, മാറ്റേണ്ട ആവശ്യമില്ല. ബ്രേക്ക് ഷൂ അപ്പുറത്ത് വേണ്ട പണികൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ. ഇനിയിപ്പോൾ ഇവിടെയും ബുഷ് കിറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ലീഫിൻ്റെ ഷോക്ക് മാറ്റണം ഈ സൈഡ്, അതും ഡാമേജ് ആയി നിൽക്കുകയാണ്. കണ്ടില്ലേ, ബാക്കിൽ ബുഷ് വന്നിട്ട് ഡാമേജാണ്, പൊട്ടി നിൽക്കുകയാണ്. അതും എന്തായാലും മാറ്റണം. 2 സൈഡും ഇതുപോലെ തന്നെ ഈ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഒരു സൈഡ് മാത്രം അപ്പുറത്ത് കുഴപ്പമില്ല, ബാക്കിൽ കംപ്ലൈൻ്റാണ്, പൊട്ടി നിൽക്കുകയാണ്. ഈ സൈഡും അങ്ങനെ തന്നെ മാറ്റുന്നുണ്ട്. ഇനി ഷോക്കും മാറ്റണം. വീൽ ബെയറിങ്ങും മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫിറ്റ് ചെയ്യണം. അത് ലോവറാം അപ്പുറം വന്നാൽ തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 2 സൈഡും വെച്ചിട്ടുണ്ട്, വെക്കണം. അതേപോലെ തന്നെ റോട്ടർ കംപ്ലൈൻ്റ് ഉണ്ട്, പാഡ് കുഴപ്പമില്ല. റോട്ടർ വന്നിട്ട് മൈനസായി നിൽക്കുകയാണ്. എന്തായാലും മാറ്റി തന്നെ വേണം. ഇത് കണ്ടില്ലേ, സൈസ് കണ്ടില്ലേ, ഈ സൈഡ് ബിഗായി നിൽക്കുന്നുണ്ട്, ഈ സൈഡ് ഡൗൺ ആണ്. അതേപോലെ തന്നെ കാണുമ്പോഴടക്കം പൊട്ടിയത് പോലുള്ള ഇതാണ് വരെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും മാറ്റി തന്നെ വേണം. സൈഡും അതേപോലെ തന്നെ മൈനസായി നിൽക്കുകയാണ്, മാറ്റി തന്നെ വേണം. ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ബാക്ക് പാഡ് മാത്രം വെച്ചിട്ട് ഓടിച്ചാലും കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്, പൊട്ടാനും സാധ്യതയുണ്ട്. പൊട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊട്ടിപ്പോവുകയല്ല, സ്ക്രാച്ച് വരും. അതുകൊണ്ട് മാറ്റി തന്നെ വേണം. മൗണ്ടും ഇതിനകത്ത് കയറ്റുന്നുണ്ട്. അത് ഫിനിഷാക്കിയിട്ട് വേണം നമുക്ക് മറ്റുള്ള വർക്കുകളെല്ലാം തുടക്കാനായിട്ട്. അപ്പോൾ എൻജിൻ മൗണ്ട് മാറ്റുന്നുണ്ട്. അതും ഒറിജിനൽ കിട്ടാനില്ല ടവേരയ്ക്ക്, അത് അതർ ബ്രാൻഡ് കിട്ടാനുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതർ ബ്രാൻഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ലെഫ്റ്റ് സൈഡും എൻജിൻ മൗണ്ട് മാറ്റുന്നുണ്ട്. വെക്കുന്നത് VA6-ൻ്റെയാണ് വെക്കുന്നത്. വേറെ ഒറിജിനൽ ബ്രാൻഡ് കിട്ടാനില്ല ഇതിനകത്ത്. അതുകൊണ്ടാണ് VA6-ൻ്റെ മാറ്റുന്നത്. കോൾസിനടക്കം നമ്മൾ ഒറിജിനൽ കിട്ടാവുന്നതുകൊണ്ട് VA ആണെന്നുണ്ടെങ്കിൽ വണ്ടി വിടുമ്പോൾ ഉള്ളത് VA6 ആണെന്നുണ്ടെങ്കിൽ മാറ്റിയിട്ട് ഞാൻ ഒറിജിനൽ ഇടും. ഇപ്പോൾ ടവേരൻ്റെ ഒറിജിനൽ കിട്ടാനേ ഇല്ല, അതുകൊണ്ട് അതന്നെ ഇടുന്നുണ്ട്. വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്. അപ്പോൾ റൈറ്റ് സൈഡ് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലെഫ്റ്റ് സൈഡ് മാറ്റാൻ പോകും. അതുപോലെ തന്നെ ബ്രിക്സ് റോട്ടർ മാറുന്നുണ്ട് ഇതിനകത്ത്. ടവേറിൻ്റെ
അത് വന്നിട്ട് 1790 രൂപ വരുന്നുണ്ട് ഒരെണ്ണത്തിന്. അത് 2 എണ്ണം മാറ്റണം. അതിൻ്റെ സൈസ് കുറവാണ്, അതുകൊണ്ടാണ് മാറ്റുന്നത്. ഇതൊന്ന് അയക്കുമനെ എടുക്ക് സൈസ് ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട്. ഇവിടെ വെക്കും ഇതുണ്ടല്ല, ഈ ലെവലിൽ വരണം. ഇത് തീരെ കുറവാണ് ഇതിനകത്ത് സൈസ് കണ്ടില്ല. ഇതുപോലെ സൈസ് വരണം. ഇത് ഡൗൺ ആയിരിക്കുകയാണ്, പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 സൈഡ് മാറ്റുന്നുണ്ട്. ഇത് TVSൻ്റെയാണ് ഇടുന്നത് ഇതിനകത്ത്. അതുപോലെ തന്നെ ലോവർ ആമും അപ്പർ ആമും ബുഷ്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ലോവർ ആമും ഇത് അപ്പർ ആമും നമുക്ക് കയറ്റുമ്പോൾ തന്നെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഗ്രീസ് വിട്ട് വേണം കയറ്റാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ നിന്ന് കഴിഞ്ഞാലും തുരുമ്പ് പിടിക്കാൻ തുരുമ്പ് വരും. തുരുമ്പ് വന്നാൽ നമുക്ക് റിലീസ് ചെയ്യുമ്പോൾ അയക്കുമ്പോൾ തന്നെ ടൈറ്റായിട്ട് വരുള്ളൂ, ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ക്ലീൻ ചെയ്ത് ഗ്രീസ് ഇട്ടിട്ട് വേണം കയറ്റാനായിട്ട് 2 സൈഡ്. റോട്ടർ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഇത് പഴയതാണ് എൻ്റെ കയ്യിലുള്ളത്, അവൻ്റെ കയ്യിലുള്ളത് പുതിയതാണ്. അതിൻ്റെ സൈസ് കണ്ടില്ല, ഈ കൈയൊന്ന് മാറ്റുവാനെ ഇതാണ്. ഇത്രയും വ്യത്യാസമുണ്ട്, സൈസ് അധികം വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് മാറ്റുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്ക്രാച്ച് വരാൻ സാധ്യതയുണ്ട്. ഇത്രയും ലെവൽ വ്യത്യാസമുണ്ട്. ഇത് പുതിയത് ഇട്ടാൽ തന്നെ നമുക്ക് ബ്രേക്കിംഗ് അടക്കം ഗുണമായിട്ട് കിട്ടുള്ളൂ. 2 എൻഡും മാറ്റിയിട്ടുണ്ട്, ഫുള്ളായിട്ട് മാറ്റിയില്ല. ഇതിനകത്ത് 4 എണ്ണം വരും. റൈറ്റ് സൈഡ് 2 എണ്ണം, ലെഫ്റ്റ് സൈഡ് 2 എണ്ണം, അങ്ങനെ വരും. അതിൻ്റെ ഒരു സൈഡ് മാത്രം മാറ്റിയിട്ടുണ്ട്. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒരെണ്ണം മാത്രം മാറ്റിയിട്ടുണ്ട്. കംപ്ലീറ്റ് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. മറ്റേ ഹിഞ്ചസിൻ്റെ സൗണ്ട് ഉണ്ട്, അതൊന്ന് ക്ലിയർ ആക്കണം. ഒന്നും ചെയ്യേണ്ട, ഈ ലോക്കറ്റിയാണ് സൗണ്ട്. ഒന്ന് ഗ്രീസോ ഇല്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റ് ഇട്ടാലും മതി. പേസ്റ്റ് അല്ല, WD-40 സ്പ്രേ അടിച്ചാലും മതി, ഈ സൗണ്ട് നിൽക്കും. അത് മാത്രമുണ്ട്. എല്ലാ സൈഡും ഉണ്ട്. എല്ലാ സൈഡും ഇതുപോലെ ചെയ്താൽ ക്ലിയർ ആവും. അതേപോലെ തന്നെ ടേപ്പും ചുറ്റണം. ലോക്കുകളിലും ചുറ്റണം. ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ടി ആ സൗണ്ടും തീർച്ചയായിട്ടും വരും. ഒന്ന് ക്ലിയർ ആക്കാം എല്ലാ സൈഡും. അത് ഇങ്ങനെ ആയിരിക്കണം. അത് ലോക്ക് വന്നിട്ട് മെറ്റലാണ്. ഇതും മെറ്റലായി കഴിഞ്ഞാൽ ആ സൗണ്ടുകൾ തീർച്ചയായിട്ടും വരും. സൗണ്ട്, ഈ സൗണ്ടും ഉണ്ട്, ഇതിനകത്തും ഉണ്ട്. അല്ല, സൗണ്ട് ക്ലിയർ ആക്കാം. കസ്റ്റമർ പറഞ്ഞ കംപ്ലൈൻറ്റ് ഹീറ്റ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ കോളിൻ്റെ ഹീറ്റ്, അതുപോലെ തന്നെ ഫാൻ ക്ലച്ച് കംപ്ലൈൻ്റ് ഇല്ല, നോക്കിയതാണ് നമ്മൾ, കുഴപ്പമില്ല. അപ്പോൾ ഹീറ്റും ആകുന്നില്ല. ഏകദേശം ഒരു 1 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് വണ്ടി. സ്റ്റാർട്ടാക്കി വിട്ടതാണ് ഞാൻ വണ്ടി. ഇപ്പോൾ ഹീറ്റൊക്കെ മിഡിലല്ല, അതിനേക്കാൾ കുറവിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഓയിൽ സ്മെല്ല് എന്നാണ് പറഞ്ഞത് കസ്റ്റമർ. അത് അധികം ഇല്ല, അത് കംപ്ലൈൻറ്റും ഇല്ല. ഓയിൽ സ്മെല്ല് പറഞ്ഞിട്ടുണ്ട്, ഉള്ളിൽ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് കസ്റ്റമർ. പക്ഷേ അത് കുഴപ്പമില്ല. പിന്നെ ഫോഗ് ലാമ്പ് ചെക്ക് ചെയ്തിട്ടില്ല, അത് അതിനുശേഷം ചെക്ക് ചെയ്യുക. പിന്നെ വൈപ്പർ ബ്ലേഡ് അത് മാറ്റിയിട്ടുണ്ട്. ബോഷിൻ്റെയാണ് വൈപ്പർ ബ്ലേഡ് അടക്കം ഇട്ടത് നമ്മൾ. പവർ വിൻഡോ വർക്കാകുന്നില്ല ഇപ്പോൾ, അതും കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. അതും റിയലാണ്. ഇപ്പോൾ വർക്കിംഗ് എല്ലാം ഓക്കെയാണ്. ഫ്രണ്ടിൽ എല്ലാ സൈഡും വർക്കിംഗ് കറക്റ്റാണ്, കുഴപ്പമില്ല. പിന്നെ റിയർ ബമ്പർ
കോർണർ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതും ചെയ്തിട്ടുണ്ട്. ക്ലച്ചിൻ്റെ എയർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതും ചെയ്തിട്ടുണ്ട്. റിയർ സീറ്റിൻ്റെ സൗണ്ട് അത് നമ്മൾ നോക്കണം. പിന്നെ ഡീസൽ ഫ്ലോട്ട് അത് കംപ്ലൈൻ്റ് ഇല്ല, കറക്റ്റ് നമ്മൾ നോക്കിയതാണ്, കംപ്ലൈൻ്റ് ഇല്ല, ഏകദേശം കറക്റ്റാണ്. വയറ് മാത്രം ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് മാറ്റിയിട്ടുണ്ട്. ചെക്ക് ചെയ്തപ്പോൾ എല്ലാ വീഡിയോയും ഞാൻ വിട്ട് തന്നിട്ടല്ലോ, അതിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക്. അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. എൻഡുകൾ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, ലീഫിൻ്റെ പാഡ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഫ്രണ്ട് വീൽ ബാരിങ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, ഡിസ്ക് റോട്ടർ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, പാഡ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കൽ വർക്ക് ഫുള്ളായിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഹീറ്റ് അടക്കം അധികമില്ല, ഏകദേശം വരേണ്ട രീതിയിൽ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. ഓടിക്കുമ്പോൾ തന്നെ മറ്റുള്ള സൗണ്ടുകൾ എല്ലാം റിലീസ് ആയിട്ടുണ്ട്. ഓടിക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടില്ല, ഏകദേശം സൗണ്ടുകൾ കംപ്ലീറ്റും ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അലൈൻമെൻറ്റ് ചെയ്തിട്ടില്ല, അലൈൻമെൻറ്റ് ചെയ്യണം. അലൈൻമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അധികം ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങളൊന്നും മാറ്റിയിട്ടില്ല, നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. എൻഡ് മാത്രം മാറ്റി, പക്ഷേ അലൈൻമെൻറ്റ് ചെയ്തിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. എന്നാലും ഞാൻ ഓടിച്ച് നോക്കി തന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വീണ്ടും ഉണ്ടെങ്കിൽ അലൈൻമെൻറ്റ് ചെയ്തത് വീണ്ടും പോയിട്ട് വീണ്ടും അലൈൻമെൻറ്റ് ചെയ്യേണ്ടി വരും. അത് നോക്കാനായിട്ട് ഓടിച്ചതാണ് ഞാൻ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി അലൈൻമെൻറ്റിന് കൊടുക്കണം, കസ്റ്റമർക്ക് വണ്ടി കൊടുക്കണം. ഇലക്ട്രിക്കൽ വർക്ക് മാത്രം 2-3 വർക്ക് മാത്രം ചെയ്യാനുള്ളൂ. അത് സ്മോൾ വർക്കാണ്, ബിഗ് ആയിട്ടുള്ള വർക്ക് ഇല്ല. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമറിനെ വിളിച്ചിട്ട് നമുക്ക് വണ്ടി കൊടുത്തു വിടാം. ഓഫ് റോഡിലാണ് ഓടിക്കുന്നത്, സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പുള്ളിങ് അടക്കം ബെറ്ററാണ്. ക്ലച്ചിൻ്റെ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്, എന്നാലും ഓടിക്കാം, കുഴപ്പമൊന്നുമില്ല. ക്ലച്ച് ചെറുതായിട്ട് ടൈറ്റും ഉണ്ട്, ഒരു വൈബ്രേഷനും ഉണ്ട്. ഗിയർ ഇട്ടിട്ട് ഒന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ മാത്രം ചെറിയൊരു വൈബ്രേഷൻ, വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ടുള്ള വൈബ്രേഷനാണ് ഉള്ളത്, കുഴപ്പമില്ല. ഏകദേശം 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, 1,98,000. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.